ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തട്ടിപ്പ് നടത്തിയ വിവരം തന്ത്രിക്ക് അറിയാമായിരുന്നു എന്ന ഒരു വിലയിരുത്തൽ കൂടി SITക്കുണ്ട്. ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കുമോ ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയത്, ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തിയത്? മറ്റെന്തെങ്കിലും നിർണായകമായിട്ടുള്ള കണ്ടെത്തൽ തന്ത്രിക്കെതിരെ ഉണ്ടോ? പ്രത്യേകിച്ചും നമുക്കറിയാം, ഈ കേസിന്റെ അന്വേഷണം SIT ഏറ്റെടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം പത്മകുമാർ അറസ്റ്റിലാകുന്നു, ദേവസ്വം ബോർഡ് അംഗം വിജയകുമാർ അറസ്റ്റിലാകുന്നു. മറ്റ് പ്രധാനപ്പെട്ട ചില അറസ്റ്റുകൾക്കൊക്കെ ആഴ്ചകൾക്ക് ശേഷമാണ് ഈ പ്രധാനിയിലേക്ക്, തന്ത്രിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തെങ്കിലും നിർണായകമായിട്ടുള്ള കണ്ടെത്തലുകൾ തന്ത്രിക്കെതിരെ SITക്ക് ലഭിച്ചിട്ടുണ്ടോ? സുപ്രധാനമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കിട്ടിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയുമായുള്ള ബന്ധം സംബന്ധിച്ച ചില കൃത്യമായ രേഖകൾ, തെളിവുകൾ ശേഖരിച്ചു തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണ് തന്ത്രിയെ വീണ്ടും വിളിച്ചു വരുത്തി ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ തുടരുന്നതിന്റെ സാഹചര്യം. ഒരുപക്ഷെ അറസ്റ്റ് തന്നെ എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കാൻ സാധ്യതയെന്നും പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ നേരത്തെ വിളിപ്പിച്ചപ്പോൾ ആശുപത്രി കാരണങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തന്ത്രി ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വിളിച്ചു വരുത്തി ഇത്തരം ഒരു നീക്കത്തിലേക്ക് തന്നെയാണ് കടക്കുന്നതെന്നാണ് മനസ്സിലാവുന്നത്. ഇതാ നമ്മളിപ്പോൾ കാണുന്ന, പ്രേക്ഷകരെ കാണിക്കുന്ന ഈ ദൃശ്യത്തിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. അതിന് തൊട്ട് മുന്നിൽ ശബരിമല തന്ത്രി കണ്ഠർ രാജീവരെയും നമുക്ക് കാണാനാവുന്നുണ്ട്. അപ്പോൾ ഇരുവരും അടുത്ത ബന്ധമുള്ളവരാണ്. അത് നേരത്തെ തന്നെ തന്ത്രി സ്ഥിരീകരിച്ച കാര്യം കൂടിയാണ്. പക്ഷേ അതിനപ്പുറം എന്ത് ബന്ധമെന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കസ്റ്റഡിയിലായിരിക്കുന്ന പലർക്കും നേരിട്ടും അല്ലാതെയും അറിഞ്ഞോ അറിയാതെയോ ബന്ധമുള്ളവരൊക്കെയാണ് ഈ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് നിയമത്തിൻ്റെ വശത്തിലേക്ക് വരുമ്പോൾ ഇവരെയൊക്കെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ പരിഗണിക്കപ്പെടേണ്ടവരുമാണ്. വൻ സ്രാവുകൾ, വൻ തോക്കുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിടികൂടണമെന്ന് കോടതി പലവട്ടം അന്വേഷണ സംഘത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വൻ തോക്കുകൾ എന്ന് പറയുന്നത് തന്ത്രി തന്നെയാണോ? ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ അന്വേഷണ സംഘത്തിൻ്റെ ചോദ്യമുനയിൽ നിന്നിട്ടുള്ളതാണ്. അതിനൊടുവിൽ ഇപ്പോൾ തന്ത്രിയിലേക്ക് കൂടി വരുന്നു എന്നതാണ് സാഹചര്യം. തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ലിങ്ക്, കൃത്യമായ ചില തെളിവുകൾ SIT രേഖപ്പെടുത്തി കഴിഞ്ഞു, അത് ശേഖരിച്ചു കഴിഞ്ഞു എന്നാണ് വിവരം. നമുക്കറിയാം, ദീർഘനാളുകളായി ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസിന്റെ കസ്റ്റഡിയിൽ, SITയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നതാണ്. നിരവധി തവണ ചോദ്യം ചെയ്ത് വിവരങ്ങൾ ശേഖരിച്ചതാണ്. പക്ഷേ ഈ ചോദ്യം ചെയ്യലിന്റെ ഘട്ടങ്ങളിലെല്ലാം തന്ത്രിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചില സൂചനകൾ പുറത്തു വരികയും ചെയ്തിരുന്നു. പക്ഷേ എന്തുകൊണ്ട് തന്ത്രിയിലേക്ക് കടക്കുന്നില്ല എന്ന ഒരു വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ അതിനൊടുവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തന്ത്രിയിലേക്ക് കൂടി എത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും അന്വേഷണ സംഘം കടക്കുന്നത് വളരെ തന്ത്രപ്രധാനമായൊരു നീക്കമാണ്. ഈ നീക്കത്തിൻ്റെ പ്രത്യേകത നിരവധിയാണ്. ഒരു അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കത്തിന് മറ്റൊരു സാധനം കൂടിയുണ്ട്. ശബരിമലയിലെ ഉത്തരവാദപ്പെട്ട വ്യക്തി കൂടിയാണ്, താന്ത്രിക ചുമതലയുള്ള വ്യക്തി കൂടിയാണ് തന്ത്രി. ആ സമയത്ത്, ആ സീസണിൽ കണ്ഠർ രാജീവർക്ക് താന്ത്രിക ചുമതലയുണ്ടായിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും ഈ കാര്യങ്ങൾക്ക്, അവിടുത്തെ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങളിലെല്ലാം നേരിട്ടോ അല്ലാതെയോ കണ്ഠർ രാജീവരുടെ അറിവോടെ കൂടി തന്നെയായിരുന്നു എന്നതാണ്. മാത്രമല്ല, മഹസറിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒപ്പ് രേഖപ്പെടുത്തിയ തെളിവുകളൊക്കെ പുറത്തു വന്നതുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാങ്കേതികമായി അദ്ദേഹത്തിന് നിരസിക്കാനാവുമെങ്കിലും സാങ്കേതികമായി അദ്ദേഹം ഇതിൽ പ്രതിയാണ് എന്ന കാര്യത്തിൽ, ഇതിൽ അദ്ദേഹത്തിൻ്റെ പങ്കുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. സ്വാഭാവികമായും അന്വേഷണ സംഘത്തിൻ്റെ ഇതിനും അപ്പുറമുള്ള കണ്ടെത്തലുകളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കറിയാം, ശബരിമലയിൽ ഈ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിക്കുന്ന വാജി വാഹനം, അത് തൻ്റെ കൈവശമുണ്ട്. അത് ഏറ്റെടുക്കണം ദേവസ്വം ബോർഡിൽ അദ്ദേഹം ഈ വിവാദമുണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടതാണ്. അപ്പോൾ ഈ വിവാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ ഇത് തുടരുമായിരുന്നോ എന്ന ചോദ്യം കൂടി അന്ന് തന്നെ വിമർശന ബുദ്ധിയ ഉയർന്നു വന്നതുമാണ്. ഇനി ശബരിമലയ്ക്കും അപ്പുറം കേരളത്തിൻ്റെ മറ്റു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ, കേരളത്തിന് പുറത്ത് ബംഗളൂരു അടക്കമുള്ള ഇടങ്ങളിൽ തന്ത്രിക്ക് ബന്ധമുള്ള ചില ക്ഷേത്രങ്ങൾ, ആ ക്ഷേത്രങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകൾ, ഇക്കാര്യങ്ങളിലൊക്കെ പരിശോധന നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ വഴികളിൽ ഇത് സംബന്ധിച്ച തെളിവുകളും ശേഖരിക്കപ്പെട്ടിരിക്കാം. അതുകൂടിയാവാം ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും വളരെ സുപ്രധാനമായ നീക്കമാണ് ഈ നീക്കം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ഈ ക്ഷേത്രവുമായി, ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരൊക്കെ, അവരുടെയൊക്കെ പ്രതികരണം ഈ നീക്കത്തിൽ ശ്രദ്ധേയമായി കൂടി മാറുകയാണ്. രാഷ്ട്രീയ പ്രതികരണങ്ങളുമൊക്കെ ശ്രദ്ധേയമായി മാറുകയാണ്. കാരണം ശബരിമല തന്ത്രിയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത്. തന്ത്രി ഇത്തരത്തിൽ സ്വർണ്ണമോഷണത്തിന് സജിത്ത് സൂചിപ്പിക്കുന്നത് പോലെ വളരെ സുപ്രധാനമായിട്ടുള്ള നീക്കമാണ്. ഇനി എന്തൊക്കെയായിരിക്കും SITയുടെ ഭാഗത്തുണ്ടാകുക? കൂടുതൽ ചോദ്യം ചെയ്യലുണ്ടാകുമോ? നേരത്തെ 6 ആഴ്ചത്തെ സാവകാശം കൂടി, സമയപരിധി കൂടി പ്രത്യേക അന്വേഷണ സംഘത്തിന് ഹൈക്കോടതി നൽകിയിരുന്നു. ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ
അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ആ രീതിയിലുള്ള കാരണം പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നു, പ്രധാനപ്പെട്ട ആളുകളിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു, തന്ത്രിയിലേക്ക് അന്വേഷണം എത്തിയിരിക്കുന്നു. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാൻ, ഇനി അറിയേണ്ടത് തന്ത്രിയെ കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്യുമോ എന്നാണ് അറിയേണ്ടത്. അതോടൊപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യേണ്ട എന്തെങ്കിലും വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുന്നുണ്ടോ? കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഡാൻ, ശേഷം മാത്രം കടുത്ത നടപടികളിലേക്ക് കടന്നാൽ മതി എന്ന തീരുമാനത്തിലായിരുന്നു പ്രത്യേക അന്വേഷണ സംഘമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ നിർണായകമായ ഇടപെടലുകളാണ് കടുത്ത നീക്കങ്ങളിലേക്ക് SIT വേഗത്തിൽ തന്നെ കടക്കാനുണ്ടായ കാരണമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ED കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ കൃത്യമായി നടന്ന SITയുടെ അന്വേഷണത്തിൽ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷവും ശബരിമല തന്ത്രിയെ കസ്റ്റഡിയിലെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കം പിന്നീട് ഉണ്ടാകുകയും ചെയ്താൽ SITയുടെ സുതാര്യതയെ കൃത്യമായി പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മകരവിളക്ക് കരിയാനായി കാത്തിരിക്കേണ്ടതില്ല, അതിനു മുമ്പ് തന്നെ മകരവിളക്ക് മഹോത്സവത്തിന് മുമ്പ് തന്നെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ വീണ്ടും ചോദ്യം ചെയ്യുക എന്നൊരു നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് SIT എത്തുകയായിരുന്നു എന്നാണ് വിവരം. കൃത്യമായ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ എല്ലാം, അതായത് ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ധാരണയുണ്ടായിരുന്നു. അതായത് ശബരിമല തന്ത്രിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം ഏത് തരത്തിലാണ്, അവർ ചില സ്വകാര്യ സന്ദർശനങ്ങളടക്കം ദുരൂഹത ഉണർത്തുന്ന തരത്തിൽ ചില സ്വകാര്യ സന്ദർശനങ്ങളടക്കം നടത്തിയിട്ടുണ്ട് ശബരിമല തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയൊക്കെ നേരത്തെയുള്ള കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ ഈ ജനുവരി മാസം 5-ാം തീയതിക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും ശബരിമല തന്ത്രിയെ ചോദ്യം ചെയ്തേക്കുമെന്നുള്ള സൂചനകളൊക്കെ നേരത്തെ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ SIT അപ്പോഴും അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല. എന്തായാലും 14-ാം തീയതി മകരവിളക്ക് കഴിയട്ടെ എന്നൊരു നിലപാടിലായിരുന്നു അവർ. ഒരുപക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്നുണ്ടായ തിടുക്കത്തിലുണ്ടായ ഇടപെടലുകൾ തന്നെ ആയിരിക്കാം. ഇനിയും കാത്തിരുന്നാൽ അത് അന്വേഷണത്തിന്റെ സുതാര്യതയെ ബാധിക്കും എന്നൊരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചെന്ന് വേണം മനസ്സിലാക്കാൻ. വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം പരമാവധി തെളിവുകൾ ശേഖരിച്ചതിന് ശേഷമായിരുന്നു ആദ്യം ചോദ്യം ചെയ്യാനായി തന്ത്രിയെ വിളിച്ചു വരുത്തിയത്. അന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുക മാത്രമാണ് ചെയ്തത്. അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമാണ് തങ്ങൾ അഭിപ്രായം പറയാറുള്ളത്. ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാറില്ലായിരുന്നു എന്നാണ് ആദ്യം ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ നടന്നതിന് ശേഷം തന്ത്രി അന്വേഷണ സംഘത്തിന് പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്കൊക്കെ നൽകിയ വിശദീകരണം. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അത് കേവലം ഒരു സ്പോൺസർക്ക് തന്ത്രിയുമായുള്ള ബന്ധത്തിനപ്പുറത്തേക്ക് അതിൽ വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ കൂടി ഉണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന സൂചനകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ആ ദിശയിലേക്ക് നീളുമെന്ന കാര്യം ഉറപ്പായത്. പക്ഷേ അത് എപ്പോഴാകും ചോദ്യം ചെയ്യാനായി വീണ്ടും വിളിച്ചു വരുത്തുക, കടുത്ത നടപടിയിലേക്ക് എപ്പോൾ കടക്കും, ഈ കാര്യങ്ങളൊക്കെ സംശയം നിലനിൽക്കുകയായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾക്കൊക്കെ കൃത്യമായൊരു സംശയ നിവാരണം വന്നിരിക്കുന്നു. ഇവിടെ കൃത്യമായൊരു ഇടപെടലിലേക്ക് SIT കടന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം വൈകാതെ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. TG സജിത്തിലേക്ക് ഒരിക്കൽ കൂടി. സജിത്ത്, നേരത്തെ ഈ കണ്ഠരര് രാജീവര് നേരത്തെ വ്യക്തമാക്കിയ കാര്യം ഇതാണ്, അതായത് പോറ്റിയുമായി അടുപ്പമുണ്ട്, പക്ഷേ തനിക്ക് ഈ സ്വർണ്ണക്കൊള്ളയിൽ യാതൊരു ബന്ധവുമില്ല, സ്വർണം പുറത്തേക്ക് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയുള്ള അനുമതി നൽകിയിരുന്നു, സ്വർണം പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി നൽകിയിരുന്നില്ല എന്നാണ്. നമുക്കറിയാം ഈ കേസിൽ ഇതിന് അനുമതി നൽകിയത് ദേവസ്വം ബോർഡാണ്. ഇതിൽ എങ്ങനെയാണ് ഈ തന്ത്രിയിലേക്ക് അന്വേഷണം എത്താനുള്ളൊരു സാഹചര്യം എന്താണ്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട്, അതല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും ദേവസ്വം ബോർഡുമായി പരിചയപ്പെടുത്തിയതും തന്ത്രിയാണ് എന്ന ഒരൊറ്റ കാരണത്തിനപ്പുറം ഈ ഒരു സ്വർണ്ണക്കൊള്ളയിൽ നേരിട്ട് തന്ത്രിക്ക് പങ്കുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചു എന്ന് തന്നെ കരുതണോ? ടോം, സുപ്രധാനമാണ് ആ ചോദ്യം. അത് കാരണം അത് എന്തൊക്കെ തെളിവുകളാണ് ശേഖരിപ്പിടിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. ഒന്ന്,
ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിലെത്തി, എങ്ങനെ ഇത്ര തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ സ്വാധീന ശക്തിയാവാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞു? കാരണം സാധാരണ രീതിയിലൊരു വ്യക്തിക്ക് ശബരിമല പോലെ തന്ത്രപ്രധാനമായ നിരവധി സുരക്ഷകളുള്ള, നിരവധി ക്രമീകരണങ്ങളുള്ള ഒരിടത്തേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. എങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തി, എങ്ങനെ സ്വാധീനമുയർത്തി എന്ന ചോദ്യത്തിന് ഉത്തരം സ്വാഭാവികമായും തന്ത്രിയുമായുള്ള അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിന് ഇടവെച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് എത്തിക്കാൻ വഴി തുറന്നത് ശബരിമല തന്ത്രി ആയിരുന്നു എന്ന ഒരു കണ്ടെത്തൽ അന്വേഷണ സംഘം നടത്തിയിട്ടുണ്ടാവാം. അതിന് ചില തെളിവുകൾ നേരത്തെ തന്നെ പുറത്തു വരികയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, ശബരിമലയിലെ സ്വർണം പൂശുന്നതിന് വേണ്ടി പുറത്തേക്ക് കൊടുത്തു വിടുന്ന കാര്യങ്ങളിൽ നിയമപ്രകാരം തന്നെ, ദേവസ്വം മാനുവൽ പ്രകാരം തന്നെ ഒപ്പിടേണ്ട വ്യക്തികളിൽ ഒരാളാണ് ശബരിമല തന്ത്രി. അത് തന്ത്രിയുടെ അനുമതി തീർച്ചയായും അതിന് ആവശ്യമാണ്. താന്ത്രിക അനുമതി വാക്കാലോ ദൈവിക വിധിപ്രകാരമോ അല്ല വേണ്ടത്, മറിച്ച് മഹസറിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പ് രേഖപ്പെടുത്തണം. ഇതിൽ ഈ കൊണ്ടുപോയ ഇടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പ് ഉണ്ടായിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ അനുമതി ഉണ്ടായിരുന്നു എന്നാണ് വസ്തുത. അങ്ങനെ അനുമതി നൽകിയതിൽ ചട്ടവിരുദ്ധമാണ്. അതിൽ സ്വാഭാവികമായും തന്ത്രി കൂടി കുറ്റക്കാരനാണ് എന്ന് വരികയാണ്, രേഖാമൂലം തന്നെ നിയമപരമായി കൂടി. അതാണ് അദ്ദേഹത്തിന് മേൽ ഉണ്ടാകുന്ന മറ്റൊരു കാര്യം. ഇതിനുമപ്പുറം തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ മറ്റ് ഇടപാടുകളോ മറ്റു ബന്ധങ്ങളോ ഉണ്ടായിരുന്നോ എന്ന ചോദ്യം കൂടി ഉയരുകയാണ്. ഒരുപക്ഷെ അത് ശബരിമലയ്ക്ക് പുറത്തുള്ള മറ്റിടങ്ങളാവാം. ബംഗളൂരു ഒരുപക്ഷെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു കേന്ദ്രമാണ്. ബംഗളൂരുവിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട്, അയ്യപ്പ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ശബരിമല തന്ത്രിമാർക്കും അവിടുത്തെ താന്ത്രിക വിധിയും പൂജാകർമ്മങ്ങളിൽ ബന്ധപ്പെടുന്നതാണ്. അത്തരം കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യമുണ്ട്. നമുക്കറിയാം, കണ്ഠര് മഹേഷ് മോഹനർ ഇപ്പോൾ ശബരിമലയിലെ ഈ സീസണിൽ താന്ത്രിക ചുമതലയിലുള്ള കണ്ഠര് മഹേഷ് മോഹനർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, അദ്ദേഹത്തിൻ്റെ പ്രേരണയാൽ അവിടുത്തെ ചില വ്യവസായികളുടെ ഇടങ്ങളിൽ പോയി അദ്ദേഹം പൂജ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പോലും മഹേഷ് മോഹൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ തന്ത്രിമാർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അത്തരം ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടി വ്യക്തമാക്കപ്പെടുകയാണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം സ്വർണ്ണമോഷണത്തിൽ നേരിട്ട് ബന്ധപ്പെട്ടോ അതോ നേരിട്ടല്ലാതെയുള്ള ബന്ധമാണോ, ഏത് തരത്തിലാണ് തന്ത്രിയുടെ ഇടപാടിൽ എന്ന കാര്യം SIT തന്നെ വേണം സ്ഥിരീകരിക്കാൻ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.